അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ കട്ട്സ് എ കോഡ് ഇൻറ്റു 2 പാർട്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അത് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. അതെങ്ങനെയാണ്? കട്ട് എ കോഡ് ഇൻറ്റു 2 പാർട്സ്. അത് കോഡിനെ 2 പാർട്സായി കട്ട് ചെയ്യുന്നു. എങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്ര? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഫിഗറിനെ ഒന്ന് മാറ്റാൻ പോവുകയാണ്. ഈ ലൈൻ, സെൻട്രലിൽ നിന്ന് വരുന്ന ലൈനിനെ ഞാൻ ഡയാമീറ്ററാക്കി മാറ്റി. സെൻറ്ററിന് ഒ എന്ന് കൊടുത്തു, ഡയമീറ്ററിന് എ ബി എന്ന് കൊടുത്തു, കോഡിന് സി ഡി എന്നും കൊടുത്തു. ഒ ബി എന്ന് പറയുന്നത് ആറാണ്, റേഡിയസ് ആണ്. ഒ ബി ഈസ് ഈക്വൽ ടു ആർ. ഈ പോയിൻറ്റിന് പി എന്നും കൊടുത്തു. ഒ പി ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, പി ഡി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, സി പി ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. നമുക്കിത് ഇങ്ങനെ എഴുതാം. പി എ ഇൻറ്റു പി ബി, പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനാക്കി എടുക്കാം. ഇതിൽ നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്യാം. നോക്കൂ, എങ്ങനെ വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കൂ. പി എ എന്ന് പറയുന്നത്, നോക്കൂ, ഒ ബി എന്ന് പറയുന്നത് 6 എങ്കിൽ ഒ എ എന്ന് പറയുന്നതും 6 അല്ലേ? ഒ ബി എന്ന് പറയുന്നത് 6. അതുകൊണ്ട് തന്നെ ഒ എയും 6 അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, പി എ അല്ലേ, പി എ എങ്ങനെ എഴുതാം? ആർ മൈനസ് 5. ഓക്കെ, പി എ ആർ മൈനസ് 5 എന്ന് എഴുതാം. അതുപോലെ പി ബി എ ആർ പ്ലസ് 5. ഇനി ഈ വാല്യൂസ് എല്ലാം ഇതിലേക്ക്, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പി എ എന്ന് പറയുന്നത് ആർ മൈനസ് 5 ഇൻറ്റു പി ബി എന്ന് പറയുന്നത് ആർ പ്ലസ് 5 ഈക്വൽ ടു പി സി അറിയാമല്ലോ, പി സി 4 സെൻറ്റിമീറ്റർ ഇൻറ്റു പി ഡി 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഗുണിക്കുക. ഇതും കൂടെ ഗുണിക്കും. ആർ സ്ക്വയർ മൈനസ്, അല്ലേ, ഒരു പോസിറ്റീവ് സംഖ്യയും ഒരു നെഗറ്റീവ് സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് സംഖ്യ കിട്ടും. 5 × 5 25 ഈസ് ഈക്വൽ ടു 6 × 4 24. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 24. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 20 പ്ലസ് 25. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49. ആർ ഈസ് ഈക്വൽ ടു √49. √49ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 7. അപ്പോൾ റേഡിയസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒ ബി എന്ന് പറയുന്നത് എത്രയാണ്? 7. നമുക്ക് എഴുതാൻ എന്താണ്? റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇസ് ഈക്വൽ ടു 7. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ മീറ്റ്സ് എ കോഡ് ഓഫ് ദി സർക്കിൾ. വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് 2 പീസസ് ഓഫ് ദി കോഡ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരുന്നുണ്ട്. അത് കോഡിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 പീസസിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പിന്നെ അതുപോലെ കോഡിൻ്റെ ലെങ്ത് 13 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. പിന്നെ കോഡ് മുതൽ സെൻറ്റർ വരെയുള്ളത് 3 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഞാൻ പിക്ചറിനെ റീഡ്രാ ചെയ്തു. നോക്കൂ, ഞാനൊരു ഡയമീറ്റർ വരച്ചു. ഈ ലെങ്ത് സെൻറ്ററിലൂടെ വരച്ചിട്ടുള്ള ആ ലൈനിലൂടെ ഞാനൊരു ഡയമീറ്റർ വരച്ചിട്ടുണ്ട്. ആ ഡയമീറ്റർ എ ബി ആണ്. അതുപോലെ സി ഡി എന്ന് പറയുന്നത് കോഡാണ്. ആ ഡയമീറ്റർ പി എന്ന പോയിന്റിൽ വെച്ച് സി ഡിയെ കട്ട് ചെയ്യുന്നു. ഓക്കെ, ഒ സെൻറ്ററാണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഒ ബി ആണ്. റേഡിയസ് ഒ ബി എത്ര സെൻറ്റിമീറ്ററാണ്? 7
സെൻറ്റിമീറ്ററാണ്. ഒ പി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി എ കണ്ടുപിടിക്കാം. പി എ എന്ന് പറയുന്നത് എന്താണ്? ഒ ബി മൈനസ് ഒ പി ആണ്. ഒ ബി മൈനസ് ഒ പി ചെയ്ത് കഴിഞ്ഞാൽ പി എ കിട്ടും. നോക്കൂ, പി എ = ഒ ബി മൈനസ് ഒ പി അല്ലെങ്കിൽ പി ഒ 7 - 3 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? പി എ ഇൻറ്റു പി ബി = പി സി ഇൻറ്റു പി ഡി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പി എ നമുക്കിപ്പോൾ കിട്ടി 4 സെൻറ്റിമീറ്റർ ഇൻറ്റു പി ബി. പി ബി എന്ന് പറയുന്നത് എത്രയാണ്? 7 + 3 10 ആണല്ലേ. ഓക്കെ, = പി സി. പി സി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സി ഡി എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററാണ്. നോക്കൂ, പി സി പ്ലസ് പി ഡി. പി സി പ്ലസ് പി ഡി ആണ് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ പി സി എത്രയായിരിക്കണം? 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. പി സി 5ഉം പി ഡി 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ മാത്രമാണ് ഈ പി ഡി എന്ന് പറയുന്നത് എന്താവുന്നത്? 13 സെൻറ്റിമീറ്റർ ആകുന്നത്. പി സിയെ നമുക്ക് ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. പി സി എത്രയാണ്? 5 ഇൻറ്റു പി ഡി എത്രയാണ്? 8 അല്ലേ. അപ്പോൾ ഇവിടെ 4ഉം 4 × 10 40, 5 × 8 40. ഈ ഇക്വേഷൻ ഈക്വലായിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. അപ്പോൾ നമുക്ക് നോക്കാം. പി സിയും പി ഡിയുടെ ലെങ്താണ് ഇവിടെ കാണാനായിട്ട് പറഞ്ഞത്. ഇതിൻ്റെയാണ് പി സിയുടെയും പി ഡിയുടെയും ലെങ്ത് അല്ലേ. അതായത് ഈ ലൈൻ കോഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ 2 പോർഷൻ്റെയും ലെങ്ത്. അപ്പോൾ പി സി എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതുപോലെ പി ഡി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. ഇത് സർക്കിളിലെ ഏറ്റവും ലാസ്റ്റുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം.